പറഞ്ഞാൽ ഇനി ബാക്കി നോക്കൂ. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, പ്രവർത്തിക്കാൻ കിട്ടിയ ആരോഗ്യവും ചിലവഴിക്കാൻ കിട്ടിയ പണവും അതേപോലെ തന്നെ നിനക്ക് കിട്ടിയ ആയുസ്സും രാപ്പകലുകളും മുഴുവനും മക്കളെ ലക്ഷ്യമാക്കി സ്വത്തിനെ ലക്ഷ്യമാക്കി തുലച്ചു കളയണ്ട കേട്ടോ. കുറച്ചു ജീവിതത്തിന്റെ സമയത്തു നിന്ന് നീ പിശുക്കി വെച്ചോ. മക്കൾക്ക് നൽകുന്ന, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മക്കളെ കിബിലയാക്കി മുന്നോട്ട് പോകുന്ന ഈ ജീവിതമാർഗത്തിൽ നിന്നും കുറച്ചപ്പുറത്തേക്കൊന്ന് ആലോചിച്ചോ. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, എന്നെന്നും അവശേഷിക്കുന്ന പുണ്യകർമ്മങ്ങൾ. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിനക്ക് ഖൈർ വാങ്ങിത്തരാൻ, നിനക്കെന്നെന്നും കൂടെ ഉണ്ടാകുവാൻ ഈ നന്മകളെ ഉണ്ടാകൂ. നിനക്ക് ശാശ്വത പ്രതീക്ഷ നൽകുന്നത് ആ പുണ്യകർമ്മങ്ങളാണ്. അതിന്റെ തടസ്സം സ്വത്തുണ്ടാക്കരുത് കേട്ടോ. അതിന് തടസ്സം എന്തുണ്ടാക്കരുത്? നിന്റെ മക്കൾ ഉണ്ടാക്കരുത്. മക്കളും സ്വത്തും നിന്റെ നന്മകൾക്കും സൽക്കർമ്മങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കരുത് എന്നാണ്. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ആ കാഴ്ചപ്പാടുകൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഇഹലോക ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്. ഒരു കളിക്കാരനും കളി കണ്ടുകൊണ്ടിരിക്കുന്നവനും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരാനന്ദവും എന്തൊരു സന്തോഷവും എന്തൊരു പ്രതീക്ഷയും എന്തൊരു ദുഃഖവും എന്തൊരു നിരാശയും ഒരു കളിക്കളത്തിൽ ഇറങ്ങിയവന് തോന്നുന്നുവോ, കളി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് തോന്നുന്നുവോ, അതുപോലെ ചില അനുഭവങ്ങളാണ് ഈ ജീവിതം. പ്രതീക്ഷയോടെ നിൽക്കുന്ന വിജയങ്ങളെ പരാജയങ്ങളായി അനുഭവിക്കുന്നു. പരാജയപ്പെടുമെന്ന് വിചാരിച്ചെടുത്ത് ഏറ്റവും ഉന്നതമായ വിജയം കൈവരിക്കുന്നു. തൽക്കാലം അത് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. തൽക്കാലം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, ദുഃഖങ്ങളെ മറക്കുവാൻ സ്വീകരിക്കുന്ന വിനോദങ്ങളില്ലേ, ആഘോഷങ്ങളില്ലേ, അതാണ് ഈ ജീവിതം. സ്വത്തിലും സമ്പത്തിലുമുള്ള മത്സരങ്ങളാണ് ജീവിതം. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ഫഖ്ർ പറയലാണ്, ദുരഭിമാനമാണ് ജീവിതം. ഇതൊക്കെയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു മഴ വന്നു ചേരുമ്പോൾ ഭൂമിയിൽ സമൃദ്ധമായ ചെടികളും സസ്യങ്ങളും വളരുന്ന പോലെ ദുനിയാവിന്റെ പ്രൗഢിയും ദുനിയാവിന്റെ സന്തോഷങ്ങളും ദുനിയാവിന്റെ അലങ്കാരങ്ങളും വന്നു ചേരുമ്പോൾ ജീവിതം മനോഹരമായിരിക്കും. എന്നാൽ ആ ചെടികളുടെ ആയുസ് തീരുമ്പോൾ മഴയങ്ങ് വറ്റിപ്പോയി, വെയിലൊന്ന് ശക്തമായാൽ ഇലയുണങ്ങുന്നു, ഇല കൊഴിഞ്ഞു വീഴുന്നു, മഞ്ഞ നിറം പ്രാപിക്കുന്നു. അവസാനം ആ ചെടികളുണ്ടല്ലോ, അതിന്റെ ചെടികളും ശിഖരങ്ങളും ശാഖകളും വെയിലത്തുണങ്ങി അവസാനം അവ കരിഞ്ഞുണങ്ങി തരിമ്പുകളായി കാറ്റുകൾ പാറിച്ചു പോകുന്ന പോലെ പ്രതാപത്തോടെ നല്ല കോട്ടും സൂട്ടുമിട്ട് മണവാളനായി മണവാട്ടിയായി നിന്നെ ആനയിച്ച് നിന്റെ മുഖം കാണാൻ, സൗന്ദര്യങ്ങളെ കാണാൻ, നിങ്ങളെ വാഴ്ത്താൻ, പുകഴ്ത്താൻ, ആശംസകൾ അർപ്പിക്കാൻ ആയിരങ്ങൾ വരും. ജീവിതം കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ, പ്രൗഢിയോടെ ജ്വലിച്ചു നിൽക്കുമ്പോൾ, എന്നാൽ പിന്നീടതാ തലരോപങ്ങൾ നിരക്കാൻ തുടങ്ങി. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, ആയുസ് പ്രതികൂലമാകുമ്പോൾ, വയസ്സു നീങ്ങുമ്പോൾ നീര് വറ്റാൻ തുടങ്ങി, കാലുകൾ മടങ്ങാതെയായി, നീട്ടിവെച്ചും അതേപോലെ തന്നെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെയായി അവസാനം എല്ലുകളതാ പൊട്ടിനുരുമ്പാൻ തുടങ്ങുന്നു. ഒരു ഭാഗത്തടങ്ങി കിടക്കേണ്ടി വരുന്നു. അവസാനം മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു. സഹോദരങ്ങളെ, അസ്ഥികൾ പോലും കാറ്റത്തു പാറുന്ന അവസ്ഥ വരുന്നു. തദറൂറിയാഹ്, എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല അവസ്ഥ ഉണ്ടാവും, പിന്നെ അതിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ദിനത്തിൽ ജീവിതമെന്ന് ആലോചിക്കണം സഹോദരങ്ങളെ. നമ്മുടെ കഴിവും ശേഷിയും നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് നേടാനുണ്ടെങ്കിൽ അത് സമ്പാദിക്കേണ്ട, അനുഭവിക്കേണ്ട സമയം തീർന്നു പോവുകയാണെന്ന് മനസ്സിലാക്കാൻ ഭൗതിക ജീവിതത്തെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അപാകതകളും തെറ്റുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതൊരു തെറ്റിനെ കുറിച്ച് ആലോചിച്ചാലും മനുഷ്യന്റെ ജീവിതത്തോടുള്ള അടങ്ങാത്ത ആർത്തിയാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്ത് വിഷയങ്ങളെടുത്ത് ചിന്തിച്ചോളി. ഇന്നത്തെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം പുരോഹിതന്മാരാണ് സഹോദരങ്ങളെ. സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട്
സ്വന്തം ജീവിത താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ചില്ലറ നാണയത്തുട്ടുകൾക്ക് വേണ്ടി വിറ്റഴിക്കുന്ന പൗരോഹിത്യം. ഏതു മതത്തിലും ഏതിലും പൗരോഹിത്യം പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പിന്നെ പുരോഹിതന്മാരിലും പാതിരിമാരിലും ചില ആളുകളുണ്ട് ജനങ്ങളുടെ സ്വത്തിനെ അവർ നിരർത്ഥകമായി തിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമിന്റെ അവസ്ഥ ആലോചിച്ച സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരു ഫീസ് പിരിക്കേണ്ട പരിപാടി ഉണ്ടോ? ഇസ്ലാമിന്റെ കർമ്മങ്ങളിലും ആചാരങ്ങളിലും ഭൗതികമായി മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരവസ്ഥയായിക്കൊണ്ട് മതത്തെ ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോ ഒരു പിരിവ്? നമ്മുടെ ഹാജിമാരൊക്കെ മക്കത്ത് പോണ സമയത്ത്, അവിടെ ഹജ്ജിന് പോണ സമയത്ത് കഅബന്റെ പരിസരത്തോ മസ്ജിദുൻ നബവിയിലേക്കോ ഒരു ഭണ്ഡാരപ്പെട്ടി വെച്ചാൽ സഹോദരങ്ങൾ, ഈ 40 ലക്ഷം ആളുകൾ ഒരു റിയാൽ നിശ്ചയിച്ചാൽ അതിന്റെ സംഖ്യ എത്രയായിരിക്കും? ഒരു പിരിവ് അവിടെ നിശ്ചയിച്ചല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാം നിശ്ചയിച്ചതന്നെ ആർക്കാന്ന് പറയുന്നത്? റമളാനിന്റെ അവസാനത്തിൽ നിശ്ചയിച്ചു ഫിത്ർ സക്കാത്ത്. അതെന്തിനാ? തുഹറത്തൻ ലിസ്സായിം തുഅമത്തൻ ലിൽ മസാക്കീൻ. ആ കൊടുക്കുന്ന ആളുടെ നോമ്പിൽ വല്ല അപാകത ഉണ്ടെങ്കിൽ ശുദ്ധീകരിക്കാൻ. ഞാൻ അന്നത്തെ സാരം പട്ടിണി അടക്കണ്ട വിചാരിച്ച് അവർക്ക് ഭക്ഷണം നൽകാൻ. അതൊക്കെ സുഹൃത്തുക്കളെ നാം നേരിട്ട് നൽകുന്നു അർഹതപ്പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് നൽകുന്നു. അവിടെ വല്ല ഇടനിലക്കാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, എന്തെങ്കിലും തീരുമാനിക്കാനും നിശ്ചയിക്കാനും അള്ളാഹ് വെച്ച് തന്ന കണക്ക് പ്രകാരം കൊടുക്കും. ഹജ്ജ് ഇസ്ലാമിലെ നിർബന്ധ കർമ്മമാണ്. പക്ഷെ സഹോദരങ്ങളെ, ആർക്കേ നിർബന്ധമുള്ളൂ? മനിസ്തതാ ഇലൈഹി സബീലാ. അവിടേക്ക് പോകാൻ ആരോഗ്യവും സമ്പത്തുള്ള പോയാൽ മതി. കടം വാങ്ങി പോകാൻ ആരോടും പറഞ്ഞില്ലല്ലോ. സക്കാത്തില്ലേ സഹോദരങ്ങളെ ഇസ്ലാമിൽ? അതാർക്കുള്ളൂ? കുലിൽ അഫു. ആരാണ് കൊടുക്കേണ്ടത്? ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് മിച്ചം വരുന്ന ഗനിയിന് മാത്രമേ സക്കാത്തുള്ളൂ, സമ്പന്നന് മാത്രമേ സക്കാത്തുള്ളൂ. എന്നാൽ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നും പണം വാങ്ങുന്നവരെ കുറിച്ച് ദുനിയാവിന്റെ സഹോദരങ്ങൾ, ഒരാൾ മരിച്ചാൽ എന്താ നമ്മുടെ നാട്ടിലെ സ്ഥിതി? ഒരാൾ മരിച്ചാൽ, മരണവാർത്ത കേട്ടാൽ പാവപ്പെട്ടവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? മരിച്ച വീട്ടുകാര് കുട്ടിന്റെ ഭാര്യന്റെ ആരെങ്കിലുമൊക്കെ ഒരു ആഭരണം വാങ്ങി കൊണ്ടുപോയി തൊട്ടടുത്ത ബാങ്കിൽ പോയി ഒരു 6000-ഓ 7000-ഓ 10000-ഓ അവിടുന്ന് ലോൺ എടുത്ത് കൊണ്ടുവന്നാലേ വാപ്പന്റെ ഉമ്മന്റെ മയ്യത്ത് സംസ്കരണം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചെലവുണ്ടോ ഒരാൾ മരിച്ച ഇസ്ലാമിൽ? ഞാൻ ദുനിയാവാണ് പ്രശ്നം. സഹോദരങ്ങളെ, ഇഹലോകത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ുന്നവരുണ്ട് പുരോഹിതന്മാരെന്ന് ഞാൻ പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. നോക്ക് നിങ്ങൾ, ഒരാൾ മരിച്ചാൽ കുളിപ്പിക്കാൻ പച്ചവെള്ളം മതി, വേറൊന്നും വേണം. പച്ചവെള്ളേ ആവശ്യമുള്ളൂ, വേറെന്തിനും ആവശ്യമുള്ളൂ. ചൂടാക്കണമെങ്കിൽ ഒരു കൊള്ളി വിറക് വേണം, കുറച്ച് ഗ്യാസ് വേണം, ഒരു ചെലവ് നിശ്ചയിച്ചിട്ടില്ല. ലോകത്തെ ഏത് വലിയ സമ്പന്നൻ മരിച്ചാലും അയാളെ മറവ് ചെയ്യുമ്പോൾ അയാളെ പൊതിയേണ്ടത് മണ്ണിൽ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന കോറ തുണികളെ കൊണ്ടാണ് സഹോദരങ്ങളെ, പട്ടുകൊണ്ടല്ല, മുന്തിയ വസ്ത്രങ്ങളെ കൊണ്ടല്ല. ഇസ്ലാമിൽ ചെലവ് വെച്ചിട്ടില്ല. പിന്നെ ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ വിറക് മുട്ടികൾ വേണ്ടേ ഇറക്കി വെക്കാൻ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണെന്നാണ് മനുഷ്യൻ വന്നത്, മണ്ണുക്ക് തിരിച്ചു പോവുക, മണ്ണിൽ ദ്രവിപ്പിക്കുക. അതാ മനുഷ്യന്റെ സിസ്റ്റം. ഏറ്റിക്കൊണ്ടാകാൻ കൂലി വേണം സഹോദരങ്ങളെ? വേണ്ട. ഇത്തിബാഉൽ ജനാസ, അത് ഹക്കാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട സേവനം. നീ ഖബർ വയ്ക്കാനാ? ശരിക്ക് ചെയ്യേണ്ട എങ്ങനെ വെച്ചാൽ, ഒരു പള്ളി മഹലിൽ എത്ര ആൾക്കാരുണ്ടാവും, ഒരു ഖബർ അവിടെ കുഴിച്ചിടുക, സേവനമായി ചെയ്യുക. ഒരിക്കലും മരിച്ച വീട്ടിൽ ഒരുത്തന്റെ പണം വാങ്ങേണ്ട ദിവസമല്ലല്ലോ അത്.